നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് കമന്റിലൂടെ ഒരാൾ ചോദിച്ചിരുന്നു, റബ്ബർ മരത്തിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുകയാണ്, ടാപ്പിംഗ് നിർത്താൻ സമയമായിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ ജൂലൈ മാസമൊക്കെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. അതിശക്തമായിട്ടുള്ള മഴ പെയ്ത്, തോരാത്ത മഴ പെയ്ത്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴ കൂടിയതുകൊണ്ട് നമ്മുടെ റബ്ബർ മരത്തിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു. അപ്പം പിന്നെ ഈ 414 430 ഒക്കെ ഇല പൊഴിയത്തില്ലെങ്കിലും ഇത് ശക്തമായ മഴ കൊണ്ടും അതിന്റെയും ഇല കുറെയൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തളുത്ത് വന്നായിരുന്നു, പൊഴിഞ്ഞു പോയതൊക്കെ. പക്ഷെ നമ്മുടെ ഈ 105 മരത്തിന്റെയൊക്കെ ഇല പൊഴിഞ്ഞു തന്നിട്ടും തളുത്ത് വന്നിട്ടില്ല. അപ്പം ചില മരത്തിനൊക്കെ കുറച്ച് ഇലയുണ്ട്. അന്ന് പൂർണ്ണമായിട്ടും ഇല പൊഴിഞ്ഞു പോയ മരങ്ങളുണ്ടായിരുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും ഇല പൊഴിഞ്ഞു പോയതിന് ചിലതൊക്കെ അതൊക്കെ തളുക്കാതെ റബ്ബർ മരം മുഴുവനായിട്ട് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് പല തോട്ടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് പൊഴിയാനുള്ളതൊക്കെ ഇപ്പം ഈ സമയം തെറ്റിയ ഈ ജനുവരിയിലെ മഴ കൊണ്ട് ബാക്കി ഇല എല്ലാം കൂടെ പൊഴിഞ്ഞുപോയി. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടിയിരുന്നു, ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴ ആയതുകൊണ്ട് ചില റബ്ബർ മരത്തിൽ ഇലയുള്ള മരത്തിനൊക്കെ ഇല പൊഴിയാൻ നല്ല പച്ചയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഫെബ്രുവരി അവസാനം വരെയൊക്കെ ടാപ്പിംഗ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നു. ഞാനും വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫെബ്രുവരി വരെ നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രതീക്ഷയെല്ലാം തകർത്തുകൊണ്ടാണ് നമുക്ക് ഈ ജനുവരിയിൽ മഴ പെയ്തു നമ്മുടെ ബാക്കിയുള്ള ഇലകൾക്കെല്ലാം കേട് വന്ന് അത് പൊഴിഞ്ഞുപോയി. ഇപ്പം ചില തോട്ടങ്ങളൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല പൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ എനിക്ക് പറയാനുള്ളത്, അപ്പം നമ്മൾ ടാപ്പിംഗ് നിർത്തേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് ഇല പൂർണ്ണമായിട്ട് പൊഴിഞ്ഞു നിൽക്കുന്ന സമയം, ആ സമയത്താണ് നമ്മൾ ഈ ടാപ്പിംഗ് നിർത്തേണ്ടത്. ഇല പൊഴിഞ്ഞിട്ട് തളുക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ടാപ്പിംഗ് നിർത്തേണ്ട സമയം. അപ്പം നമുക്ക് ആ മരത്തിനൊക്കെ നമുക്ക് ഒരു മാസം, ഏറ്റവും കുറഞ്ഞ ഒരു മാസമെങ്കിൽ റെസ്റ്റ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് റബ്ബർ മരത്തിന് റെസ്റ്റിന്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ തളുക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടും ഉൽപാദനം വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പം റബ്ബറിന്റെ വില ഇടിവും ഉൽപാദന കുറവും കാരണം നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ജനുവരിയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടാപ്പിംഗ് നിർത്താതെ ടാപ്പിംഗ് ചെയ്താലും നമുക്ക് നേരത്തെ കിട്ടുന്നതിന്റെ പകുതി പാല് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ജോലിക്കൂലിയും കൂടെ ഒക്കെ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് അത് വളരെയേറെ നഷ്ടമായിട്ട് വരും. അപ്പോൾ ഈ റബ്ബറിന് വില വർദ്ധിക്കാത്ത ഈ കാലഘട്ടത്തിൽ അപ്പം നമുക്ക് ഇപ്പം പല തോട്ടങ്ങളിലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉൽപാദനം കൂടുന്ന സമയത്ത് മാത്രമേ ടാപ്പിംഗ് ചെയ്യുന്നുള്ളൂ. ഉൽപാദനം കുറവ് ഉള്ള സമയത്തെല്ലാം ടാപ്പിംഗ് നിർത്തിയിടുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ ഉൽപാദനം കൂടുതലുള്ള സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ തൊട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ടാപ്പിംഗ് നിർത്തുന്ന ഒരു രീതിയാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും ജനുവരിയിൽ ടാപ്പിംഗ് നിർത്തിയിട്ട് ഫെബ്രുവരി ഒരു മാസം റെസ്റ്റ് കൊടുത്തിട്ട് മാർച്ചിൽ വെട്ട് തുടങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇപ്പം ഈ റബ്ബറിന്റെ വിലക്കുറവുണ്ടായതുകൊണ്ട് ഇപ്പം ഈ കൂടുതൽ ആൾക്കാരും സ്വന്തമായിട്ട് ടാപ്പിംഗ് ചെയ്യുന്നവരാണ് ഈ ജനുവരി മാസങ്ങളിലൊക്കെ ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പം അവർക്ക് തന്നെ ആണെങ്കിൽ തന്നെയും ഇപ്പം 100 മരം ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് 2-3 ഷീറ്റ് മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ജോലിക്കാരെ നിർത്തി ടാപ്പ് ചെയ്യുമ്പം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിട്ടാണ് മാറുന്നത്. ഇല പൊഴിഞ്ഞ് തളുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ടാപ്പിംഗ് നിർത്തിയിടേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു മാസത്തേക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കണം റബ്ബർ മരത്തിന്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ചൈനാക്കളെ അടിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ട് നമ്മുടെ പട്ടയിൽ. അപ്പം നമ്മുടെ ഈ ഇല പൊഴിയുന്ന സമയത്ത് സൂര്യന്റെ പ്രകാശം നേരിട്ട് ഈ പട്ടയിലോട്ട് അടിക്കും. അപ്പം ആ പട്ടയിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൈനാക്കളെ അടിച്ചിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചൈനാക്കളെ അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഇല പൊഴിയുന്ന ഈ സമയത്താണ് ഈ ചൈനാക്കളെ അടിക്കേണ്ടത്. അപ്പോൾ പലരും ചെയ്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം ടാപ്പിംഗ് നിർത്തുന്നു ആ സമയത്ത് ഇവർ ചൈനാക്കളെ അടിച്ചിടുന്ന ഒരു രീതിയാണ് കാണുന്നത്. ചിലപ്പം ചിലരൊക്കെ ടാപ്പിംഗ് നിർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് തളുത്ത് ഒരു മുറ്റാറാകുമ്പോഴൊക്കെ ആയിരിക്കും ടാപ്പിംഗ് നിർത്തിയിടുന്നത്. അന്നേരമായിരിക്കും ചൈനാക്കളെ കൊണ്ടടിക്കുന്നത്. അപ്പോൾ ഈ ചൈനാക്കളെ അന്നേരം അടിച്ചിട്ട് യാതൊരുവിധ പ്രയോജനമില്ല. നിങ്ങൾ ചൈനാക്കളെ അടിക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഇല പൊഴിഞ്ഞ സമയത്താണ് ഈ ചൈനാക്കളെ അടിച്ചിടേണ്ടത്. അന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചൈനാക്കളയിൽ മൈദയൊക്കെ കലർത്തി നല്ല പശയായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണത്. ഒരു വർഷമായാലും അവിടെ ഇരിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ചൈനാക്കള ഈ റബ്ബർ മരത്തിൽ ഇരിക്കേണ്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇല തളുക്കുന്ന സമയം വരെ മാത്രം മതി. അപ്പം തളുത്ത് കഴിയുമ്പോൾ നമ്മുടെ പട്ടയ്ക്ക് തണൽ വരും. അപ്പം ആ സമയം വരെ മാത്രം നമുക്ക് നിന്നാൽ മതി. പിന്നെ നമുക്കിത് പോകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഈ ചൈനാക്കളയോടൊപ്പം ഈ മൈദ ഉപയോഗിക്കുന്നത് റബ്ബർ മരത്തിന് എന്തുകൊണ്ടും കേട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ എന്ന് പറയുന്നത് ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പം അത് ഈ റബ്ബർ മരത്തേൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പുഴുവാവും. അപ്പം ഈ റബ്ബറിന്റെ ഈ തടി തെളിഞ്ഞിരിക്കുന്ന ഭാഗത്തൂടെ ഈ പുഴു ഇതിന്റെ റബ്ബറിനകത്ത് കയറിപ്പോയി റബ്ബർ മരം നശിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഒരാൾ നമ്മളോട് ചോദിച്ചു
ഞാനിപ്പം എല്ലാ ദിവസം റബ്ബർ വില പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ നമ്മളോട് കമന്റിലൂടെ ചോദിച്ചു, ഈ ഇന്നത്തെ വില ഇന്ന് പത്രത്തിൽ വന്ന വിലയല്ലയോ എന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇന്നത്തെ റബ്ബർ വില എന്ന് പറയുന്നത് നമ്മുടെ കേരളം മൊത്തത്തിലും എല്ലാ മാധ്യമങ്ങളിലൂടെയും ആര് പറഞ്ഞാലും ഇന്നത്തെ റബ്ബർ വില അത് ഒരു വില തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് വില പറയാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു 500 രൂപയൊക്കെ പറഞ്ഞേനെ. എനിക്ക് സ്വന്തമായിട്ടൊരു വില പറയാനുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ റബ്ബറിന് 1 കിലോയ്ക്ക് 500 രൂപ ഞാൻ പറഞ്ഞേനെ. പക്ഷെ അങ്ങനല്ല. അപ്പം നമുക്കൊരു വില തീരുമാനിക്കുന്നത് അതെല്ലാവർക്കും ആ ഒരു വില തന്നെയാണ്. എനിക്ക് മാത്രം പ്രത്യേകം വിലയില്ല, പത്രക്കാർക്ക് പ്രത്യേകം വിലയില്ല, എല്ലാവർക്കും ഒരു വില തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം.